ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2-4 ദിവസമായിട്ട് യൂട്യൂബിലും റീൽസിലൊക്കെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന വീഡിയോകളാണ് ചെറുപയർ കൊണ്ട് പോപ്കോൺ ഉണ്ടാക്കുന്ന വീഡിയോ. ചൈനക്കാരാണ് തുടങ്ങി വെച്ചത്. പിന്നീട് നമ്മുടെ നാട്ടിലെ പല യൂട്യൂബർമാരും വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെറുപയർ കൊണ്ട് പോപ്കോൺ ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ ചെറുപയർ മാത്രമല്ല, നമ്മൾ ചെറിയ കടല കൊണ്ടും പോപ്കോൺ ഉണ്ടാക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത് ചെറുപയർ കൊണ്ടും ചെറിയ കടല കൊണ്ടും പോപ്കോൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോ അവസാനം വരെ കാണുക, എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം പറയുക. അപ്പോൾ അധികം സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ചെറുപയർ റെഡിയാണ്, അതേപോലെ നമ്മുടെ ചെറിയ കടലയും റെഡിയാണ്, കുക്കറും റെഡിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുക്കറിലേക്ക് ചെറുപയർ കഴുകി വെച്ച് ചെറുപയർ കുറച്ചിട്ട് കൊടുക്കാം. നമ്മൾ പോപ്കോണിലൊക്കെ ഉപ്പിടുമല്ലോ, അതേപോലെ സ്വല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് കുക്കർ നന്നായിട്ട് അടച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കണ്ടേ, നോക്കി നോക്കാം പോപ്കോൺ ആവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. തിരിക്കുന്ന ശബ്ദം വരുന്നുണ്ട്, ചെറുപയർ പൊട്ടുന്നുണ്ട്. ചെറുപയർ കൊണ്ട് പോപ്കോൺ എന്താക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം. എയറൊക്കെ പോട്ടെ. അപ്പോൾ എയറൊക്കെ പോയിട്ട് നമ്മുടെ ചെറുപയർ കൊണ്ട് അടിപൊളി പോപ്കോൺ ഇട്ടാ സെറ്റ്. അപ്പോൾ ചെറുപയർ കൊണ്ടും പോപ്കോൺ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. ഇതാ അടിപൊളിയായിട്ട് നമ്മൾ പോപ്കോൺ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെറിയ കടല കൊണ്ട് നോക്കി നോക്കാം. അപ്പോൾ ചെറിയ കടലായിട്ട് പോപ്കോൺ ഉണ്ടാക്കുന്നതിന് വേണ്ടി കടല ഇതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കർ അടക്ക, തീ കത്തിക്ക, ഇളക്കി കൊടുക്കുക. ചെറിയ കടലയുടെ ചെറുമണിക്കടലയുടെ പോപ്കോൺ ആവുന്ന ശബ്ദം വരുന്നു, കണ്ട ചെറിയ ടെക്കി സൗണ്ട് വരുന്നുണ്ട്. ചെറിയ കടല ഇട്ടിട്ട് നമുക്ക് പോപ്കോൺ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. എയറൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളിയിട്ട്. അപ്പോൾ ചെറിയ കടല കൊണ്ടും നമുക്ക് പോപ്കോൺ ഉണ്ടാക്കാൻ പറ്റും. ചെറുപയർ മാത്രമല്ല, ചെറിയ കടല കൊണ്ടും പോപ്കോൺ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ കണ്ട അടിപൊളി പോപ്കോൺ. ഇത് ചെറുപയർ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ കടല കൊണ്ടോ ഉണ്ടാക്കിയതല്ല. യഥാർത്ഥത്തിലുള്ള പോപ്കോൺ ഉണ്ടാക്കുന്ന ചോളം കൊണ്ട് ഉണ്ടാക്കിയ പോപ്കോണാണിത്. സത്യത്തിൽ സംഭവിച്ചത് ചെറുപയർ ഇട്ടിട്ട് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെറുപയർ തുറന്ന് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. ചെറുപയർ കത്തിക്കരിഞ്ഞിട്ട് ഒരു പരുവായക്കണം, ഒന്നിനും പറ്റാത്ത രീതിയിൽ ആയിത്തീർന്ന് ഈ ചെറുപയർ. ഒരു വസ്തുവിന് ഇത് പറ്റില്ല, ദൂരെ കളയാനല്ലായിട്ട്. ചെറിയ കടല നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റിയാൽ കണ്ട ആകെ കറുത്ത കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ കടലേറ്റും ചെറുപയറേറ്റും ഒന്നും പോപ്കോൺ ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ചെറിയ കടലക്കും അതേപോലെ ആകെ കത്തിക്കരിഞ്ഞ് ഒന്നിനും പറ്റാത്ത അവസ്ഥയായി. ഇതുകൊണ്ടേ പോപ്കോൺ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറുപയർ ഇതിലിട്ട് കുക്കർ ഇട്ടതിന് ശേഷം അതെടുത്ത് കളഞ്ഞതിന് ശേഷം ഇതേപോലെ പോപ്കോൺ ഇതിലിട്ട് കൊടുത്തിട്ടുള്ള വീഡിയോ എഡിറ്റിംഗാണ് ഈ യൂട്യൂബിലൊക്കെ കാണുന്നത്. പോപ്കോൺ ഇതേപോലെ ചെറുപയർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ചെറുപയർ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതേപോലത്തെ പോപ്കോൺ ഇട്ട് കൊടുത്തിട്ട് ഒരു എഡിറ്റിംഗ് തന്ത്രമാണ്. അപ്പോൾ യൂട്യൂബിലൊക്കെ പല തട്ടിപ്പ് വീഡിയോകളുണ്ടാവും. അങ്ങനെയുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ട് വേഗം തന്നെ ചെറുപയറും അതേപോലെ ചെറിയ കടലയും ഒക്കെ എടുത്ത് ചെറിയ കടലയും കുക്കറും ഒക്കെ എടുത്ത് അടുപ്പത്ത് പോയിട്ട് ഉണ്ടാക്കിയാൽ നിങ്ങളുടെ ചെറുപയറൊക്കെ വേസ്റ്റ് ആവും, ഒന്നിനും പറ്റില്ല. അപ്പോൾ ഞാനിത് അറിഞ്ഞിട്ട് തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം പരീക്ഷിച്ച് നോക്കുക എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലായി തട്ടിപ്പാണ്. ആ തട്ടിപ്പ് മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്ത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആരും ഇതേപോലെയുള്ള ചതിയിൽ പെടാതിരിക്കട്ടെ. ചെറുപയർ കൊണ്ടൊക്കെ പോപ്കോൺ ഉണ്ടാക്കി വെറുതെ ചെറുപയർ നശിപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ തട്ടിപ്പും തരികിടൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി കുക്കിങ്ങുമായി ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.